അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇപ്പോൾ വീടെടുക്കാൻ തുടങ്ങുമ്പം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് സിറ്റ് ഔട്ട്. അപ്പോൾ സിറ്റ് ഔട്ട് എങ്ങനെയാണ് പരിഗണിക്കുക? സിറ്റ് ഔട്ടിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ ചെയ്യും? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിച്ചൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു പറമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കിച്ചൺ എവിടെയെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലം കാണാൻ പോകുമ്പം, ഇനി അതല്ല നമ്മളെ കയ്യിലുള്ളൊരു സ്ഥലത്ത് വീട് എടുക്കുമ്പം നമ്മൾ ആദ്യം ഇങ്ങനെ കരുതും, ഈ ഭാഗത്തൂടെ കയറാം, ഈ ഭാഗത്ത് നമുക്ക് സിറ്റ് ഔട്ട് ആക്കാം. അങ്ങനെയായിരിക്കും നമ്മളൊരു പ്ലാൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക. അപ്പോൾ അതേപോലെ നമുക്ക് സിറ്റ് ഔട്ടിന് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സസിബിലിറ്റി ആയിരിക്കും. അതായത് പറമ്പിൽ നിന്നുള്ള ആക്സസിബിലിറ്റി. ഇപ്പോൾ ചില ആളുകൾക്ക് കിഴക്കുന്നായിരിക്കും, ചിലത് പടിഞ്ഞാറുന്നായിരിക്കും, ചിലത് തെക്കുന്നായിരിക്കും. അപ്പോൾ റോഡ് പല രീതിയിൽ വരും. അപ്പോൾ റോട്ടിൽ നിന്ന് നേരിട്ട് കയറുന്ന രീതി കൊടുക്കും, റോട്ടിൽ നിന്ന് നേരിട്ട് കയറാത്ത രീതി കൊടുക്കും. ഇനി അതല്ല പുഴ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ പുഴ കാണുന്ന രീതിയിൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷേ കൺസെപ്റ്റോ ദിശക്കോ നമ്മൾ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിറ്റ് ഔട്ട് നമുക്ക് ഏത് ഭാഗത്തായാലും പ്രശ്നമൊന്നുമില്ല. സിറ്റ് ഔട്ട് അതായത് വീടിൻ്റെ ഫ്രണ്ട് യാർഡ്, അതാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് വരാന്ത. അപ്പോൾ ഫ്രണ്ട് വരാന്ത നമ്മൾ എവിടെ ചെയ്യുകയാണെങ്കിലും വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് പടിഞ്ഞാറുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കിഴക്കുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വടക്കുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം, തെക്കുന്നാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് ചെയ്യുകയാണെങ്കിൽ പടിഞ്ഞാറ് നല്ല കാറ്റും വെയിലടിക്കുന്നൊക്കെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പടിഞ്ഞാറ് നമ്മൾ കുറച്ചധികം തള്ളലിട്ട് കൊടുക്കണം. സിറ്റ് ഔട്ടിൽ സൺസൈഡിന് കുറച്ചധികം ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ വരാന്തയിലേക്ക് വെളിച്ചം ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ വെളിച്ചമായിരിക്കും. അതേപോലെ മഴ വന്നാൽ നല്ല കാറ്റടിക്കും. കേരളത്തിലൊരു കാറ്റ് അനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാറ്റ് വരിക. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്ന കാര്യം. വടക്കുന്നാണെങ്കിൽ നമുക്കങ്ങനെ സ്റ്റെപ്പിലേക്ക് വെള്ളം ഒരു യൂഷ്വൽ സാധാരണ ഇത് മതി, അല്ലാതെ കൂടുതലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സൺസൈഡൊന്നും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. വടക്കുന്ന സാധാരണ ഇതിൽ കാറ്റും ഇതൊക്കെ നമുക്ക് കുറവായിരിക്കും. ഇനി നമ്മൾ കിഴക്കുന്നാണെങ്കിലും സൺസൈഡൊന്ന് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് പകൽ രാവിലെ ഒരു 10-11 മണി വരെ കുറച്ച് വെളിച്ചം ഉള്ളിലേക്ക് അധികം അടിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് കാറ്റിന് കുറവായിരിക്കും, ശരാശരിയിൽ കാറ്റ് കുറവായിരിക്കും. ഈ മഴക്കാലത്ത് അടിച്ച് കയറുന്നത് കുറവായിരിക്കും. പക്ഷേ പകൽ എല്ലാ ദിവസവും വെളിച്ചം രാവിലെ വെളിച്ചമായിരിക്കും. ഇനി തെക്കുന്നാണെങ്കിൽ പടിഞ്ഞാറിന് പോലെ തന്നെ വെളിച്ചം കുറവായിരിക്കും, പക്ഷേ കാറ്റ് അടിച്ചു കയറും. അപ്പോൾ തെക്കുന്ന് നമ്മൾ സാധാരണ രീതിയിൽ പരിഗണിക്കുമ്പം സ്റ്റെപ്പ്, അതായത് വീട്ടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ തെക്കുന്ന് ചെയ്യാതിരിക്കുക, അത് കിഴക്കുന്ന് പരിഗണിക്കാൻ പറ്റിയ രീതിയിൽ ചെയ്യാം. അതേപോലെ സ്റ്റെപ്പ്, അതേപോലെ ഫ്രണ്ട് ഡോറ് നമ്മൾ നേരിട്ട് തെക്കോട്ട് കൊടുക്കാതിരിക്കുക. തെക്കോട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യുമ്പം പരിഗണിക്കേണ്ടത്. അതേപോലെ സിറ്റ് ഔട്ട് നമ്മളിപ്പം അടച്ചു കെട്ടിയിട്ട് ചില ആൾക്കാർ പിന്നെ ഇടമതിൽ വെക്കുന്നവർ, ഇരിക്കാൻ ചാരുപടി ഉണ്ടാക്കുന്നവർ, അതേപോലെ ഗ്ലാസ് ഇട്ട് മൂടുന്നവർ, ഗിൽസ് വെക്കുന്നവർ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഗ്ലാസ്സൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് ഔട്ടിലൂടെ ക്രോസ് വെന്റിലേഷനൊക്കെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് അടഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ചാരുപടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ എങ്ങനെയാണോ അതിൽ പിന്നെ സൂത്രം ക്രോസ് വെന്റിലേഷൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നതാണ്, ഇപ്പോൾ സിറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നീട് ഗ്ലാസ്സൊക്കെ ഇട്ട് അടക്കുന്ന സമയത്ത് ക്രോസ് വെന്റിലേഷനൊക്കെ ബന്ധായി പോയതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ 2 വാതിലുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് നല്ല സ്ഥാനത്തും ഒന്ന് മോശം സ്ഥാനത്തായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം 2 നല്ല സ്ഥാനത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 വാതിലൊക്കെ ചില ആളുകൾക്ക് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ഉത്തമ സ്ഥാനത്തുള്ള വാതിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യുമ്പം പരിഗണിക്കേണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, സിറ്റ് ഔട്ട് നമുക്ക് തെക്ക് വശം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെക്കുന്നുള്ള കയറ്റം, ഫ്രണ്ട് ഡോറ് സ്റ്റെപ്പും തെക്കുന്നാവാതിരിക്കുക, വേറെ കിഴക്കുന്ന് ചെയ്യാം ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ കാര്യത്തിൽ പരിഗണിക്കേണ്ടത്. അപ്പോൾ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീടിൻ്റെ എലിവേഷൻ ഭംഗി, വീടിൻ്റെ പ്രവേശന ദ്വാരം, അല്ലെങ്കിൽ വീടിൻ്റെ കാഴ്ച, അല്ലെങ്കിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ സിറ്റ് ഔട്ട് നമുക്ക് എത്ര ഭംഗിയിൽ ചെയ്യും. അപ്പോൾ അത് കാറ്റ്, വെളിച്ചം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതോട് കൂടെ തന്നെ വീടിൻ്റെ സ്റ്റെപ്പ് തെക്ക് വശത്തുനിന്ന് ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അതേപോലെ ഫ്രണ്ട് ഡോറും
തെക്കുന്ന് ആവാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ പടിഞ്ഞാറുന്ന് കയറിയിട്ട് തെക്കിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതും അത്ര നല്ലത്. അതായത് പടിഞ്ഞാറായിരിക്കും ചിലപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവുക, പക്ഷേ അതിൻ്റെ ഡോറ് തെക്കുന്ന് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതും ഇനിയിപ്പോൾ കിഴക്കുന്ന് കയറിയിട്ട് തെക്കുന്ന് ഡോറ് വെക്കുന്ന ആളുകളുണ്ട്. സിറ്റ് ഔട്ട് കിഴക്കായിരിക്കും, പക്ഷേ ഡോറ് വെക്കൽ തെക്കുന്നായിരിക്കും. അപ്പോൾ അത് ഒരു അത്ര നല്ലതല്ല. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പം തെക്കുന്നുള്ള പ്രവേശനം ഒഴിവാക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തും ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് വീടിൻ്റെ ആക്സസിബിലിറ്റി എളുപ്പമാവുന്ന രീതിയിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ സുഖത്തിനും സന്തോഷത്തിനും ചെയ്യുന്ന വീടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.